ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. ഞാനപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞ നിങ്ങളെല്ലാവരും ചോദിച്ച ഡൗട്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് കൗൺസിലിംഗ് മെമ്മോ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും കൗൺസിലിംഗ് മെമ്മോ വന്നതിന് ശേഷം നിങ്ങൾ ആ മെമ്മോയിൽ നിങ്ങൾക്ക് പോകേണ്ട ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ സെൻറ്റർ വരുന്നത് SME ഗാന്ധിനഗർ കോട്ടയത്ത് തന്നെയാണ്. നിങ്ങൾ ഏത് ജില്ലക്കാരായാലും നിങ്ങൾ SME ഗാന്ധിനഗർ കോട്ടയത്ത് തന്നെ എത്തി നിങ്ങൾ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ച ഡൗട്ടാണ്, BPharmൻ്റെയും BSc മെഡിക്കൽ മൈക്രോബയോളജിയുടെയും കൗൺസിലിംഗ് മെമ്മോ വന്നു, BPT BSc നഴ്സിങ്ങിൻ്റെ ഒന്നും വരത്തില്ല എന്ന് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. 1 week or 2 weeks അതിനുള്ളിൽ എന്തായാലും കൗൺസിലിംഗ് മെമ്മോ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളെല്ലാവരും എന്തായാലും എന്നും മെയിൽ ചെക്ക് ചെയ്യുക. കാരണം എന്നാൽ കൗൺസിലിംഗ് മെമ്മോ അയക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മെയിൽ ID നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ്, കൗൺസിലിംഗ് മെമ്മോ വന്നതിന് ശേഷം നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു. അതിനെക്കുറിച്ചാണ് അടുത്തത് നോക്കുന്നത്. കൗൺസിലിംഗ് മെമ്മോ വന്നതിന് ശേഷം നിങ്ങൾക്ക് പോകേണ്ട ഡേറ്റ്, ടൈം അതിലെല്ലാം ഉണ്ടാകും. പിന്നെ സെൻറ്റർ ഞാൻ പറഞ്ഞല്ലോ, SME ഗാന്ധിനഗർ കോട്ടയമാണ്. കൗൺസിലിംഗ് മെമ്മോ വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് വെക്കുക. അതിനുശേഷം കൗൺസിലിങ്ങിന് പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം സീറ്റ് അവൈലബിലിറ്റി ഉള്ള കോളേജസ് ആയിരിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പം നിങ്ങൾക്ക് തന്നേക്കുന്ന ഡേറ്റ്, ടൈം ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകുവാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ അറിയിക്കുന്നതായിരിക്കും. കൗൺസിലിങ്ങിന് പോകുമ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, TC, CC, കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, റീജിയണൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരു 3-4 എണ്ണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ BPharmന് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കീമിൻ്റെ അഡ്മിറ്റ് കാർഡും കീമിൻ്റെ സ്കോർ കാർഡും നിങ്ങൾ എടുത്തിരിക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു, അഡ്മിഷൻ കിട്ടിയാൽ ഫീ അടയ്ക്കണമെന്ന്. നിങ്ങൾ അഡ്മിഷൻ എടുത്താലും എടുത്തില്ലേലും ടോക്കൺ ഫീ അടയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് തന്നെയാണ് കിട്ടിയെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫീ ചിലപ്പോൾ ആണെങ്കിൽ അടയ്ക്കേണ്ടി വരും. ജനറൽ, OBC, EWS കാറ്റഗറിയിൽ വരുന്നവർ 25,000 റുപ്പീസും, SC ST OEC കാറ്റഗറിയിൽ വരുന്നവർ 1,000 റുപ്പീസുമാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മെയിൽ ID എപ്പോഴും ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴാണ് കൗൺസിലിംഗ് മെമ്മോ അയക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിൻ്റെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പം അതിൻ്റെ കൗൺസിലിങ്ങിന് മാത്രം പോയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കോളേജസ് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഗൈസ്, ബെസ്റ്റ് ഓഫ് ലക്ക്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ തന്നോളാം. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലും വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനുള്ള റിപ്ലൈ തന്നോളാം. എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ വന്നാണേലും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ, ബൈ.